മലപ്പുറത്ത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനിരയായി പണം നഷ്ടമായവർക്ക് ഇടനിലക്കാരന്റെ ഭീഷണി. പരാതിയുമായി മുന്നോട്ടു പോയാൽ വീട്ടിൽ കയറി കുത്തിമലർത്തുമെന്നാണ് ഇടനിലക്കാരൻ ഷറഫ് അലിയുടെ ഭീഷണി. കർണാടക ആസ്ഥാനമായുള്ള ഇനോവേറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് സൂപ്പർ മാർക്കറ്റുകൾക്കായി ഇടനിലക്കാർ മുഖേന നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. സൂപ്പർ മാർക്കറ്റ് പൂട്ടിപ്പോയതോടെ ലക്ഷങ്ങളാണ് സാധാരണക്കാർക്ക് നഷ്ടമായത്. പണം തിരികെ ചോദിച്ചപ്പോഴാണ് ഇടനിലക്കാരൻ ഷറഫ് അലി ഇബ്രാഹിം എന്ന നിക്ഷേപകനെ ഭീഷണിപ്പെടുത്തിയത്. ഞാൻ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാം, ഇവിടെ ഉള്ള ചവിടുക്കി മാന്യം മര്യാദയായിട്ട് വർത്താനം പറഞ്ഞോട്ടെ. ഇനി വരാനുള്ളടത്തോളം ഒന്നും വരാനില്ലാച്ചിട്ട് അടക്കാണ് ഞാൻ. കുത്തിയാണ് മലത്തും അന്നെ വെല്ലു വിളിച്ചാലേ മെല്ലെ വിളിച്ചാണ്. മാട്ടിൽ ഫാമിലിപ്പെട്ട ആളല്ലേ. ഞാൻ കോടികൾ കട്ടിക്കണെന്ന് പറഞ്ഞുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നെ തല ചിലപ്പോൾ ഞാൻ കൊച്ചു. പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്നായിരുന്നു ഷറഫ് അലിയുടെ മുന്നറിയിപ്പ്. നിക്ഷേപകരുടെ പരാതിയിൽ ഷറഫ് അലി, നൌഷാദ് ബാബു എന്നിവർക്കെതിരെ വളാഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു. മലപ്പുറം ജില്ലയിലുടനീളം 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് വിവരം. 24 തിരൂർ.